ഹലോ ഗൈസ്, ഇതിന്റെ അകത്ത് ഒരു അടിപൊളി RGB ഗെയിമിംഗ് കീബോർഡ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ അപ്കമിങ് ഒരു ബിഗ് ബഡ്ജറ്റ് സെറ്റപ്പ് നമ്മൾ റെഡി ആക്കുന്നുണ്ട്. അതിന്റെ അകത്തേക്കുള്ള ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇത്. സോ ഇനിയും കുറെ പ്രൊഡക്റ്റ് വരാനുണ്ട്. അതേമാതിരി നമ്മളെ ഗിവ് അവേ വിന്നർ അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ പ്രോഗ്രാംസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ നമ്മൾ കൂടുതൽ വെയിപ്പിക്കാണ്ട് ഇതിന്റെ അകത്തുള്ള ആ ഒരു കിഡിലൻ കീബോർഡിന്റെ ഫീച്ചേഴ്സും അപ്പൊ നമുക്ക് അതെല്ലാം ഇന്ന് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇത് തുറന്നു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് നമ്മുടെ കീബോർഡ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ANT eSportsന്റെ MK1500 മിനി എന്ന് പറഞ്ഞ വയർലെസ് കീബോർഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഈ ഒരു കീബോർഡ്. ഇതാണ് നമ്മുടെ ബിഗ് ബഡ്ജറ്റ് സെറ്റപ്പിലേക്കുള്ള ഫസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോ ഇത് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ അകത്തുള്ള സെറ്റപ്പും ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ കാണാം. നിങ്ങൾക്ക് ഇവിടെ എഴുതിയത് കാണാം 60% പ്രോ വയർലെസ് ഗെയിമിംഗ് കീബോർഡിന്. അതായത് 60% ഫ്രം ഫാക്ടർ ഗെയിമിംഗ് കീബോർഡ്. അതായത് ഉണ്ടാക്കിയത് തന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കീബോർഡാണിത്. ആൻഡ് ടൈപ്പ് C ചാർജിങ് കേബിൾ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ടൈപ്പ് C ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ കാര്യങ്ങളും മിനി വയർലെസ് ഒരു മിനി കീബോർഡ് ആണ് ഇത്. സോ നമ്മളിത് തുറന്നു നോക്കാം. അതിന്റെ മുന്നേ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇത് വിൻഡോസ് ആൻഡ് ആപ്പിൾ സപ്പോർട്ടർ ആണ് ഇത് എന്നുള്ളത്. സോ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. സോ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കീബോർഡ് ഇതിന്റെ അകത്ത് നൈസായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ തന്നെ ടൈപ്പ് C കേബിളും കൊടുത്തിട്ടുണ്ട്. ഇതാ സോ ഇതൊരു ടൈപ്പ് C കേബിൾ ആണ്. നമ്മൾ ഗോൾഡൻ കളറിലാണ് ഇതിന്റെ USB സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോ ഞാൻ ഇത് വെച്ചിട്ട് ഇതിന്റെ കീബോർഡ് പുറത്തേക്ക് എടുക്കാം. സോ കീബോർഡ് നല്ല നൈസായിട്ട് ഒരു പാക്കേജിലാണ് ആന്റിയുടെ ഈ കീബോർഡ്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ രണ്ട് എന്താ പറയാ യൂസർ മാനുവലും വാറന്റി കാർഡും. അപ്പൊ അഥവാ നിങ്ങൾക്ക് വന്ന പ്രൊഡക്റ്റ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറന്റി ക്ലെയിം ചെയ്യാവുന്നതാണ്. വാറന്റി കാർഡ് ഇതിന്റെ മുകളിലുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മളെ കീബോർഡ് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ഒരു കുഞ്ഞി കീബോർഡാണ്. എൻ്റെ കയ്യിൽ മാത്രം ഒതുക്കുന്ന ഒരു കുഞ്ഞി കീബോർഡാണ്. അതേമാതിരി ഇതിന്റെ ഫ്രണ്ട് തന്നെ ഒരു USB പോർട്ട് C ടൈപ്പ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതിന്റെ ഒരു 4 മറ്റെന്താ പറയാ കുത്തി നിൽക്കാനുള്ള സാധനം. ആൻഡ് ഇത് ഓൺ ആക്കാനുള്ള ഒരു ബട്ടൺ ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. സോ ഇപ്പൊ ഇത് ഓൺ ആയിട്ടുണ്ട്, കണ്ടോ? അപ്പൊ കൂൾ RGB ആണ് നമ്മളെ ഇതിന്റെ മുകളിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ അടിപൊളി RGB എഫക്റ്റ് ആണ്. സോ ഈ RGB എഫക്റ്റ് നമുക്ക് മാറ്റാം. ഇതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ FN സ്വിച്ചും അതേമാതിരി ഈ ലൈറ്റിന്റെ ബാർ സ്വിച്ചും ഞെക്കി കഴിഞ്ഞാൽ ഇതിന്റെ കളേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റും. കറക്റ്റ് ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓഫ് ആക്കി കാണിച്ചു തരാം. സോ ഈ ഒരു ലൈറ്റ് കൂടി ഞാൻ ഓഫ് ആക്കാൻ പോവാണ്. സോ ഇതാണ് നമ്മളെ ഈ RGB കീബോർഡ്. നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് ആണ്. 4 കളറിൽ നിങ്ങൾക്ക് കാണാൻ. ഇപ്പോ 3 കളറാണ്. 3 കളറിൽ 3 RGB കളറിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ സാധനം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ലൈറ്റ് മൈനസ് ചെയ്ത് കുറയ്ക്കാം, കൂട്ടാം. അതേമാതിരി തന്നെ ഇവിടെ ഈ ഒരു ബാർ സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ FN+ ബാർ സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. കൂട്ടാനും അതേപോലെ തന്നെ കുറയ്ക്കാനും പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഇതിന്റെ അകത്തുള്ളത്. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്. അതേപോലെ തന്നെ നമ്മളെ ഫോണിലേക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു എന്താ പറയാ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ് ഇതിന്റെ അകത്തുള്ളത്. പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. അതേമാതിരി നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. അതേമാതിരി നല്ല സ്ട്രെച്ചബിൾ ആണ് സാധനം, കണ്ടോ? ഒടിഞ്ഞ് പൊട്ടത്തില്ല സാധനം, കണ്ടോ? ഇത്രയും ഞാൻ ഒടിച്ചിട്ട് നല്ല സ്ട്രെച്ച് ആയിട്ടാണ് നിൽക്കുന്നത്, കണ്ടോ? ഇത്ര മസിൽ കൊടുത്ത് ഞാൻ പൊട്ടിക്കാൻ നോക്കിയാൽ പോലും നടക്കില്ല. മിനി ആണെങ്കിലും പവർഫുൾ ആണ് ഗൈസ്. സോ ഇതാണ് നമ്മളെ ബിഗ് ബഡ്ജറ്റ് സെറ്റപ്പിലേക്കുള്ള ഫസ്റ്റ് പ്രൊഡക്റ്റ്. സോ ഇത് അറൌണ്ട് കോസ്റ്റ് വരുന്നത് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1399 ആണ്.
ബട്ട് AMDയുടെ ഓൺ സൈറ്റിൽ വരുന്നത് 1700, ആമസോണിൽ വരുന്നത് 1500 ആണ്. ബട്ട് എനിക്കിപ്പോ ഫ്ലിപ്കാർട്ടിൽ ഒരു ഓഫർ വഴി 1399 ആണ് ഇത് കിട്ടിയത്. ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് വാങ്ങണമെന്ന് വെച്ച ഒരു സാധനമാണ്, ഓഫറിൽ കണ്ടപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചതാണ്. സോ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ, കേബിളും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു അടിപൊളി കീബോർഡാണ് ഇത്. അതേമാതിരി തന്നെ ഇതിന്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കസ്റ്റം കീസ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ കീസ് വേണമെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ച് ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കീസ് മൊത്തം കസ്റ്റമൈസ് ചെയ്യാം. ഫുൾ ഫങ്ഷൻസ് നിങ്ങൾക്ക് നമ്മളെ ലാപ്ടോപ്പിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ ഒരു കീബോർഡിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് മാത്രമാണ്. ബട്ട് ഇതിന്റെ ബ്ലാക്ക് ഓൾസോ അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ ആ സെറ്റപ്പിലേക്ക് ഒരു വൈറ്റ് തീമാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ വൈറ്റ് എടുത്തത്. ബട്ട് വൈറ്റ് വേഗം ചളിയാവും, ആ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മളെ ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ അറിയാനുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. ബട്ട് എന്നാലും എന്താ പറയാ, ഇതിന്റെ ചാർജ് കയറ്റി യൂസ് ചെയ്യുന്ന ഒരു കീബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 mAh ബാറ്ററി ആണ് പറയുന്നത്. അപ് ടു 100 hours 100 മണിക്കൂർ വരെ ഒക്കെ ഇതിന്റെ അകത്ത് ചാർജ് കയറ്റിയാൽ ഇതിന്റെ അകത്ത് നിൽക്കുന്നതാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ആകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചാർജ് അത്യാവശ്യം സേവ് ആവും. പ്ലസ് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആവുന്നതാണ്. ബട്ട് ബ്ലൂടൂത്ത് പെട്ടെന്ന് തന്നെ കണക്ട് ആയി കിട്ടുകയും ചെയ്യുന്നുണ്ട്. ചാർജ് കയറി കഴിഞ്ഞാൽ അറിയാനുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും മാത്രമില്ല, അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. ബ്ലൂടൂത്ത് ഫംഗ്ഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ FN+Z നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കീബോർഡ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. സോ ഇപ്പോ ബ്ലൂടൂത്ത് മോഡ് ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ബ്ലൂടൂത്ത് ഓൺ ആയി കഴിഞ്ഞാൽ AMD eSports MKF 1500 mini എന്ന് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. ആ ഒരു ക്ലിക്ക് നോട്ട് ഉണ്ടല്ലോ, ക്ലിക്ക് 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 ക്ലിക്ക്, ആ ഒരു ക്ലിക്ക് നോട്ട് ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. ഒരു അടിപൊളിയായിട്ട് തന്നെ നല്ല രസമുണ്ട് അത് കേൾക്കാൻ. നല്ല സ്പീഡ് ടൈപ്പിങ്ങും ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കീബോർഡ് വന്നപ്പോൾ എനിക്ക് ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്ത് FN+ ഈ ഒരു സാധനം നിൽക്കുമ്പോൾ, ഭാഗം നിൽക്കുമ്പോൾ ഒരു ബ്രീത്തിങ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ബട്ട് അതെനിക്ക് കിട്ടുന്നില്ല. മേ ബി ഇതൊരു കംപ്ലൈന്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാവാം. ഞാൻ വാറണ്ടി ക്ലൈമിന് കൊടുത്തിട്ടുണ്ട്. സോ വാറണ്ടി ക്ലൈമിന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവര് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ ക്ലൈം ചെയ്യാൻ പറ്റും, അത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇതുപോലത്തെ AMD സ്പോർട്സിന്റെ പ്രൊഡക്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് വാറണ്ടി ക്ലൈം ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോ വാറണ്ടി ക്ലൈം കൊടുത്തിട്ട് അവരെന്നെ റിട്ടേൺ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്, അതുകൊണ്ട് നാളെ ഞാൻ ഇത് നിങ്ങൾക്ക് കൈമാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെയാണ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഗൈസ്, ഒരു അടിപൊളി കീബോർഡാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലത്തെ കുറെ പ്രൊഡക്ട്സ്